إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ആദരവുള്ള ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നോമ്പുകാരായ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറഞ്ഞത് ലില്ലാഹി തആല ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. റമളാൻ മാസത്തിൽ അള്ളാഹുവിനൊരു രാത്രിയുണ്ട്. ആ രാത്രി 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു. ആ രാത്രിയുടെ നന്മ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ, തടയപ്പെടുക എന്ന് പറഞ്ഞാൽ തടയുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ രാത്രിയുടെ നന്മ ഒരാൾക്ക് വേണ്ട എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ ഫഹുവ മഹ്റൂമുൻ, അവൻ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങേയറ്റം ഹതഭാഗ്യവാനല്ലാതെ അതിൻ്റെ നന്മ തടയപ്പെടുകയില്ല. അപ്പോൾ റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ലൈലത്തുൽ ഖദ്ർ എന്ന ഒരു രാത്രി അതിലുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ആ രാത്രിയുടെ ഖൈറ് കിട്ടിയാൽ അൽഹംദുലില്ലാ, റമളാനിൻ്റെ ഖൈറുകളെല്ലാം നേടിയെടുക്കാൻ കഴിയും. ആ രാത്രിയുടെ ഖൈറ് തടയപ്പെട്ടാൽ എല്ലാ നന്മകളും തടയപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ രാത്രിയുടെ നന്മക്ക് ഇത്രയും വലിപ്പമുണ്ടാവാനുള്ള കാരണം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ലൈലത്തുൽ ഖദ്റിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. പരിശുദ്ധ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിലാണ് നാം അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിൻ്റെ പോരിശ എന്താണെന്ന് നബിയെ താങ്കൾക്കറിയാമോ? എന്താണ് ആ രാത്രി എന്ന് താങ്കൾക്കറിയാമോ? എന്നിട്ടതിനു മറുപടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ആ ഒരൊറ്റ രാത്രിക്ക്, ഒരു ദിവസം മുഴുവനല്ല, ആ ഒരൊറ്റ രാത്രിക്ക് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ 1000 മാസവുമല്ല, അതിനേക്കാൾ. അത് എത്രയാണ്? അല്ലാഹു ആലം. അതുകൊണ്ട് മിൻ അൽഫി ഷഹർ എന്നാണ് പറഞ്ഞത്. 1000 മാസങ്ങളെക്കാളുണ്ട്. അപ്പോൾ അത് കൂടുതലാണ് എന്നർത്ഥം. മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയ ഉലമാക്കൾ പറഞ്ഞു, 1000 മാസത്തേക്കാൾ ഒരു രാത്രിയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? 1000 മാസങ്ങളിലെ നിരന്തരമായ ഇബാദത്തുകൾ ഒറ്റ രാത്രി കൊണ്ട് അതിൻ്റെ പുണ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. 1000 മാസങ്ങളിൽ ചെയ്ത പാപങ്ങൾ ഒറ്റ രാത്രിയിലെ ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കും. അപ്പോൾ 1000 മാസങ്ങളിലെ പുണ്യങ്ങളുടെ ശ്രേഷ്ഠത, 1000 മാസങ്ങളുടെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ദിവസങ്ങളിലെ പാപങ്ങൾ മായ്ച്ചു കിട്ടാൻ ഈ ഒരൊറ്റ രാത്രിയിലെ ഇബാദത്തും ഇസ്തിഗ്ഫാറും മതിയാകും. അതുകൊണ്ടാണ് ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ.
എല്ലാ കാര്യങ്ങളുമായി കൊണ്ട് മലക്കുകളും പരിശുദ്ധാത്മാവും അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും കൂട്ടം കൂട്ടമായി ഭൂമിയിലേക്ക് ഇറങ്ങും. സ്വഹീഹായ ഹദീസിൽ കാണാം, ഭൂമിയിലെ ചരൽക്കല്ലുകളെക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ടാകും അന്ന് മലക്കുകൾ. എന്തിനാണ് ഈ മലക്കുകൾ വരുന്നത്? സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എന്നാണ് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നത്. കാരണം മലക്കുകൾ ഭൂമിയിൽ സന്നിഹിതരാകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമുക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്, നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താനാണ്. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന ആളുകളെ മലക്കുകൾ കണ്ടെത്തും. അവർക്ക് വേണ്ടി മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ പറയും. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ തടയപ്പെടുന്നവൻ എന്ന് പറഞ്ഞത്. ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം നേടിയെടുക്കാൻ യാതൊരു ഉദ്ദേശവുമില്ലാത്ത ആളുകളെ മലക്കുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഇസ്തിഗ്ഫാറിൽ അവർ വരികയില്ല, അവരുടെ പാപമോചന പ്രാർത്ഥനയിൽ അവർ ഉൾപ്പെടുകയില്ല. അള്ളാഹുവും അത്തരം ആളുകളെ തീർച്ചയായും കാണുന്നവനാണ്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്റിൻ്റെ നന്മ അവർക്ക് തടയപ്പെടും. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഫജ്ർ വരെ അന്ന് സലാം മാത്രമാണ്. ഉലമാക്കൾ പറഞ്ഞു, അഥവാ ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായതല്ലാത്ത ഒന്നും വിധിക്കുകയില്ല. ആ രാത്രിയുടെ പ്രത്യേകത അന്നത്തെ മുഴുവൻ ഖളാഉകളും ഖൈറാണ് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്ർ, ഖദ്റിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഖദ്ർ എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. പ്രധാനമായ രണ്ടർത്ഥങ്ങളുണ്ട് അതിന്. ഒന്ന് മഹത്വമേറിയ രാത്രി എന്നാണ്, രണ്ടാമത്തത് വിധി നിർണയത്തിൻ്റെ രാത്രി എന്നാണ്. ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് അഥവാ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൃഷ്ടികളുടെ മിഖ്ദാറുകൾ, അവരുടെ വിധികൾ, അവരിലെ വിജയികൾ, അതേപോലെ തന്നെ അവരിലെ പരാജയപ്പെട്ട ആളുകൾ, ഇതെല്ലാം രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് മലക്കുകൾക്ക്, പക്ഷേ അതറിയില്ല, മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഓരോ വർഷവും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ, ഭൂമിയിലും പ്രപഞ്ചത്തിലും മുഴുവൻ നടക്കേണ്ടുന്ന ഖദ്റുകളുടെ രേഖ ഒരു വർഷത്തേക്കുള്ളത്, അടുത്ത ലൈലത്തുൽ ഖദ്ർ വരെയുള്ളത് മലക്കുകളെ ഏൽപ്പിക്കുന്ന ദിവസമാണ് ഖദ്റിൻ്റെ രാത്രി. അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തന്നു. എന്താണത്? ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. ദുആ കൊണ്ട് ഖളാഇനെ മാറ്റാൻ കഴിയും. ദുആ കൊണ്ട് ഖളാഇനെ മാറ്റാൻ കഴിയും. അപ്പോൾ ആ വർഷം വരെ നരകാവകാശിയായി രേഖപ്പെടുത്തപ്പെട്ട ഒരാളുടെ ഖദ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ വ്യക്തിയെ സ്വർഗത്തിലേക്കാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. എങ്ങനെ? നമ്മുടെ ദുആ കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖദ്റിനെ മാറ്റുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലക്കുകളെ ഏൽപ്പിക്കുന്ന ആ രേഖ, ആ വർഷമാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ പോലും ആ ഒരൊറ്റ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഏകദേശം 83-ലധികം വർഷമാണ് 1000 മാസം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവൻ അതിലുണ്ട്. ആ ഒരു ആയുസ്സിൽ മുഴുവൻ ചെയ്ത പാപങ്ങൾ മായ്ച്ച് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടാനുള്ള വളരെ വലിയ ഒരു അവസരമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രാത്രിയെ ഏറ്റവും വലിയ സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാ പാപികളായ ആളുകൾക്ക് പോലും ലഭിക്കുന്ന ആ ഒരവസരത്തെ ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അവൻ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തിയവനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ പൊരുൾ അതാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ അല്ലാഹു ഖൈറ് വിധിക്കും. സലാമാണെന്ന്, ശാന്തിയാണത്, സമാധാനമാണത്. അത് നേടിയെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥനകളിൽ മുഴുകിയും രാത്രി നമസ്കാരം നിർവഹിച്ചും ഇബാദത്തുകളിൽ മുഴുകിയും സഹോദരങ്ങളെ നാം ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് രാത്രികളെ സജീവമാക്കണം. റമളാനിലെ അവസാനത്തെ 10-ലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ രാത്രികളിൽ അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിരുന്നു. പിറ്റേ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ 10-ൽ ഇഅ്തികാഫിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാനത്തെ 10-ൽ ഇഅ്തികാഫിരുന്നു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ലൈലത്തുൽ ഖദറിനെ തേടുകയായിരുന്നു, പിന്നീട് എനിക്ക് അറിയിപ്പ് ലഭിച്ചു അവസാനത്തെ 10-ലാകുന്നു അത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫൽതമിസൂഹാ ഫിൽ ആശിരിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10-ൽ നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ അന്വേഷിക്കുന്നവന് കണ്ടെത്താൻ പറ്റുന്നതാണ് എന്നർത്ഥം. ശ്രദ്ധിക്കുക, ലൈലത്തുൽ ഖദർ അന്വേഷിക്കുന്നവന് അഥവാ അതിനു വേണ്ടി അധ്വാനിക്കുന്നവന് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇൽതമിസൂഹ, അതിനെ നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഫീ കുല്ലി വിത്രിൻ, എല്ലാ ഒറ്റയിട്ട രാവുകളിലും കൂടുതൽ അന്വേഷിക്കുക. അവിടെ കൂടുതൽ അന്വേഷിക്കുക എന്നേ ഉള്ളൂ, എന്നാൽ മറ്റു ദിവസങ്ങളിലുമാകാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യജ്തഹിദു ഫിൽ ആശ്രിൽ അവാഖിരി മിൻ റമളാൻ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, റമളാനിലെ തന്നെ മറ്റു 20 ദിവസങ്ങളിൽ ഇല്ലാത്തൊരധ്വാനം. അല്ലാതെ ആദ്യമുണ്ടായിരുന്ന ആവേശം പോവുകയല്ല, പിന്നെയോ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ അധ്വാനിച്ചു അവസാനത്തെ 10-ൽ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനെ സംബന്ധിച്ച് പറയുന്നത്, ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു, തുണി മുറുക്കി ഉടുക്കും, കുടുംബത്തിലുള്ള നമസ്കരിക്കാൻ സാധിക്കുന്ന എല്ലാവരെയും വിളിച്ചുണർത്തും, എന്നിട്ട് രാത്രിയെ സജീവമാക്കും. എന്താണ് അന്വേഷണം? ലൈലത്തുൽ ഖദറാണ് അന്വേഷണം. ശരി, എങ്കിൽ ലൈലത്തുൽ ഖദറിൽ അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്കെല്ലാവർക്കും വേണ്ടി, അവർക്കും വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി ചോദിച്ചു വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണെന്ന് എനിക്ക് ഏതെങ്കിലും അടയാളങ്ങൾ കൊണ്ട് ഒരു രാത്രിയെ ബോധ്യപ്പെട്ടാൽ അന്ന് ഞാൻ എന്താണ് പറയേണ്ടത്? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള അതുല്യമായ ആ ഒരു അവസരത്തിൽ ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ഏറ്റവും വലിയ ചോദ്യമാണത്, അതുല്യമായൊരു ചോദ്യമാണത്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കൂ നിങ്ങൾ, നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്കപ്പുറത്തുള്ളൊരു ഉത്തരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ നീ ഇങ്ങനെയാണ് പറയേണ്ടത്, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു, നീ എനിക്ക് പുറത്തു തരണമേ. ഏറ്റവും വലിയ കാര്യം അതാണ് സഹോദരൻ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ നമ്മെ ആര് രക്ഷപ്പെടുത്തും? നമ്മുടെ ദീനാറുകൾക്ക്, നമ്മുടെ ദിർഹമുകൾക്ക്, നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് എന്തിന് നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഭൂമിയും തത്തുല്യമായ ഒട്ടനവധി ഭൂമികളും നിറയെ സ്വർണവുമായി നിങ്ങൾ പരലോകത്ത് വന്നാലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. റഹ്മാനായ റബ്ബിനത് വേണ്ട. റഹ്മാനായ റബ്ബിന് വേണ്ടത് പരിശുദ്ധമായ ഹൃദയമുള്ള, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, പരിശുദ്ധമായ ഹൃദയമുള്ള ഒരു വ്യക്തി, ആ ഹൃദയത്തോടുകൂടി വരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടത്. അതിനെന്ത് വേണം? മഗ്ഫിറത്ത് വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദ്റിനെ മഗ്ഫിറത്തുമായി ചേർത്തത്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയെ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചുകൊണ്ടും അല്ലാതെയും ഇബാദത്തിൽ സജീവമാക്കിയാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹ്, റമളാൻ കിട്ടിയിട്ടും മഗ്ഫിറത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോവട്ടെ എന്ന് പ്രാർത്ഥിച്ചതും അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞതും ചെറിയ കാര്യമല്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തന്നത് വർഷം മുഴുവൻ ഇബാദത്ത് ചെയ്യാനും വർഷം മുഴുവൻ നോമ്പ് നോൽക്കാനും എല്ലാ രാത്രിയിലും പ്രഭാതം വരെ നമസ്കരിക്കാനും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നാം അത് ചെയ്യാൻ നിർബന്ധിതരായി തീരുമായിരുന്നു. പക്ഷേ അള്ളാഹു അത് ചെയ്തില്ല. വർഷത്തിൽ 1 മാസം നിർബന്ധമാക്കി, അത് തന്നെ പകലിൽ. എന്നിട്ടും അതിനെ ചുരുക്കി 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 റമളാനിൽ അവസാനത്തെ 10-ലാണെന്നും അറിയിച്ചു. പിന്നെയും പറഞ്ഞു, ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ പ്രതീക്ഷിച്ചോളൂ. ഇത്രയും ലളിതമാക്കി തന്നിട്ടും ആ രാത്രി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാനും നിങ്ങളും വലിയ നഷ്ടക്കാരായി തീരും. ആ ബോധം നമുക്കുണ്ടായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം നേടിയെടുക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ
إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.